Hi, hello everyone, welcome back to our channel Sibling Squad. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അല്ല ഗൈസ്, ഒരു ലഞ്ച്, അതായത് ഉച്ചവരെയുള്ള ഡേ ആണ്, ഒരു വ്ളോഗാണ്. രാവിലെ മുതലുള്ള ഉച്ചവരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പം രാവിലെ തന്നെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ, ക്ലീൻ ആക്കിയ ശേഷം അടിക്കാൻ, തോർത്താൻ, പിന്നെ അങ്ങനത്തെ ഒക്കെ. പിന്നെ ഫുഡ് കഴിക്കുന്ന രാവിലെ എടുത്തിട്ടില്ല. രാവിലെ ഫുഡ് ഉണ്ടായിരുന്നത് സിമ്പിളായിട്ട് തന്നെ ഉണ്ടായിരുന്നത്, നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ബ്രെഡും ജാമും അങ്ങനെയൊക്കെ ആയിരുന്നു രാവിലെ തിന്നിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. പിന്നെ നമ്മൾ പണിയെടുക്കാൻ, പിന്നെ സ്കൂളില്ലാത്ത ടൈമൊക്കെ മെല്ലെ മെല്ലെ ആയിരിക്കും പണിയൊക്കെ എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ പിരിക്കുന്നതാണ്, പിരിക്കുന്നത് തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നതാണ്. അപ്പം അത് തന്നെ ബെഡ്ഷീറ്റ് പുതപ്പൊക്കെ മടക്കിയിട്ട് വെക്കും, എന്നിട്ട് അപ്പം തണുകാണ്ടെടുത്തിട്ട് മീത്ത് വെക്കും. അങ്ങനെ വേഗം ഇതൊക്കെ ഒന്ന് പിരിച്ചിട്ട് വരാം. പിന്നെ ഇതാ അവൾ ഹാളിലേക്ക് വന്നിട്ട് ഇട്ട് മേശമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അപ്പുറം കൊണ്ടുവന്ന് എന്നിട്ട് മേശയൊക്കെ തുടക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചുകൊണ്ട് വരുന്നുണ്ട്, അവിടെ ഹാളൊക്കെ അടിക്കുന്നുണ്ട്. പിന്നെ അവൾ കിച്ചണിലേക്ക് വന്ന് കിച്ചണിലും പാത്രം കയറുന്നുണ്ട്. ഫുള്ളും രാവിലത്തെ പണി എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും, അടിക്കൽ, തുടക്കൽ, പാത്രങ്ങൾ, ക്ലീനിങ്, അങ്ങനെ കുറച്ച് പരിപാടികളാണ് ഗൈസ്. പിന്നെ ഇവിടെ നനക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ, അതിൻ്റെ അടുക്ക് അങ്ങനെ വേഗം വേഗം തന്നെ പണിയൊക്കെ എടുക്കലാണ്. പിന്നെ എന്തിപ്പം നാരങ്ങ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു, ഓന് വേഗം തിന്നുന്നുണ്ട്, കാണിച്ചു തരാം. അങ്ങനെ ഈ റൂമൊക്കെ പിരിച്ച് സെറ്റായി. പിരിച്ച് കണ്ടിട്ടാകുമ്പം തന്നെ ഒരു പകുതിയോളം വൃത്തിയായ കണക്കാണ് എന്നിട്ട് ഒരു ഫീല്. അപ്പോൾ ഇത് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ പണിയൊക്കെ എളുപ്പം പോലെ കഴിയും. അങ്ങനെ റൂമൊക്കെ പിരിച്ചിട്ടായി. ഇപ്പം ഇനി അടിക്കണം, തോർത്തൽ വെച്ചാൽ അങ്ങനെ തോർത്തേണ്ട ആവശ്യമില്ല, ഓരോ ദിവസം തോർത്തിയാൽ മതി. ഇപ്പോൾ ഇന്ന് തുടച്ചെങ്കിൽ നാളെ തുടക്കണ്ട. പിന്നെ ഹാളെപ്പോൾ തുടക്കണം, കാരണം നമ്മൾ അടുത്ത് ഏറ്റവും അധികം യൂസ് ആക്കുന്ന ഹാളല്ലേ. അങ്ങനെ ഇപ്പോൾ അവൾ അടിക്കുന്നുണ്ടായി. അങ്ങനെ ഫുള്ളും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓളെ പണിയിലേക്ക് പോകുന്നത് ഗൈസ്. കുറച്ച് പണികളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫുഡ് ലഞ്ച് പ്രിപ്പയർ ആക്കണം, അതാണ് ഗൈസ്. അങ്ങനെ ഇപ്പോൾ ഇത് നമ്മൾ ഫ്രെയിമൊക്കെ കറക്റ്റ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലഞ്ചിലേക്ക് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് വറവും പിന്നെ വറവ് എന്ന് വെച്ചാൽ വറവ് തന്നെയാണ്, ബീട്രൂട്ട് വറവ്. പിന്നെ കറീൻ്റെത് എന്താക്കുമെന്ന് വെച്ചിട്ട് മീൻ കറി വെക്കുമോ അങ്ങനെയെന്ന് വെച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് പിന്നെ സാമ്പാറില്ലേ, നമ്മുടെ കുറച്ച് എന്തായിരുന്നു ക്യാരറ്റും, സാധാരണ സാമ്പാർ വെച്ചിട്ട് ക്യാരറ്റും അതിലേക്ക് പൊട്ടാറ്റോ ഇട്ടിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിൻ്റെ തോലൊക്കെ കളയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ തോലൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് വെക്കണമല്ലോ, അങ്ങനെ ആക്കിയിട്ട് വെക്കുന്നതാണ്. അതിൻ്റെ അടുക്ക് ഞാൻ വന്നിട്ട് ഓളവിടെ മറ്റേ വെജിറ്റബിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അവൾ വാഷാക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അതിൻ്റെ അടുക്ക് വന്നിട്ട് ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളയുന്നതാണ് കേട്ടോ.
അങ്ങനെ പിന്നെ ഈ പരിപ്പ് തന്നെ നല്ലോണം വേവുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ അതിലേക്ക് തന്നെ ഒരു വിസിലടിക്കാൻ വേണ്ടി ക്യാരറ്റും പച്ചമുളകും ഇങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഇടാൻ പറഞ്ഞിട്ട്, അപ്പോൾ തക്കാളി മുറിച്ചതാണ്. എന്തൊരു കുറവ് പോലെ കണ്ടിട്ടാകുമ്പോൾ അങ്ങനെ മുറിച്ചിട്ടാണ്. ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇതിൽ ഇപ്പോൾ തന്നെ ഇട്ടിട്ട് അടിക്കുന്നതാണ് കേട്ടോ. കാരണം വേഗം വേകുന്നൊരു എന്താ പറയുന്നത് പരിപ്പാണ്. അപ്പോൾ എന്നിട്ട് വേഗം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ഉപ്പും മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അടച്ചേക്കുന്നതാണ്. എന്നിട്ട് അത് ഒരു വിസിലാന്ന് വരെ വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത പണി എന്ന് വെച്ചാൽ ബീട്രൂട്ട് നമുക്ക് മുറിച്ചെടുക്കണം. അങ്ങനെയാണ് ചെറുതായിട്ട് വേണം മുറിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് കിട്ടിയില്ല വറവിനാകുമ്പോൾ. നല്ല സ്ലിമ്മായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല പാങ്ങിൽ അരിയണം. പിന്നെ ഇത് നമ്മൾ ചോപ്പറിലിട്ടിട്ട് ചോപ്പറിലിട്ടിട്ടാണ് നമ്മൾ ജസ്റ്റ് നല്ല രീതിയിൽ തന്നെ മുറിച്ചതിന് ശേഷം ചോപ്പറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. നല്ലപോലെ തന്നെ ക്രഷ് ചെയ്തെടുക്കുന്നത്. കാരണം വറവിൽ ഈ ബീട്രൂട്ട് വറവ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കുനുകുനാന്ന് വേണം അറിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനല്ല ഓളാന്ന് ചെയ്യുന്നത്. അങ്ങനെ അത് അരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ അതിൽ കട്ടാക്കിയിട്ട് പിന്നെ നമുക്ക് മനസ്സിലായത് ചോപ്പറിലെ കാര്യം ഫസ്റ്റ് ഓർമ്മയുണ്ടായിട്ടാണ്. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇത് ഈസിയിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വലിയ വലിയ പീസായെങ്കിലും നമുക്ക് വലിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ചെറുതന്നെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക്. എന്നിപ്പോൾ നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. നമുക്ക് ഇപ്പോൾ ആ സാധനമൊക്കെ ചോപ്പ് ചെയ്തിട്ട് ബീട്രൂട്ട് ചോപ്പ് ചെയ്തിട്ടായിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് എന്തായിട്ട് ഇവിടെ മെസ്സായിട്ട് കിടക്കും. ബട്ട് നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പണിക്ക് ഈസി ആയിട്ട് തോന്നും കേട്ടോ. അങ്ങനെ അതിപ്പോൾ ഒന്ന് തുടച്ചെടുക്കുന്നതാണ് കേട്ടോ എല്ലാം. പിന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങ ചിരവിട്ടിടും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഒരു ഹാഫ് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി. മീൻസ് തൊലി കളയണമെന്നും വേണ്ട കേട്ടോ. അത് ചില ആൾക്ക് തൊലിയൊക്കെ കളയാനുണ്ട്. തൊലിയൊന്നും അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അങ്ങനെ കുത്തിയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഹാഫ് ഓനിയൻ, പിന്നെ പച്ചമുളക് ഒന്ന്, തക്കാളി വേണം കൈസ് എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം ഇടുന്നുണ്ടോ നോക്കാം. പിന്നെ പച്ചമുളക് ഇത് എന്ന് വെച്ചാൽ വേറെ പച്ചമുളകാണ് കേട്ടോ. എരിയും നല്ല ഉണ്ട പച്ചമുളക് അത് ഇട്ടിട്ടാന്ന് തോന്നുള്ളൂ. ഇവിടെ സാധാരണ പച്ചമുളക് ഇട്ട് നമുക്ക് ഈ വേറെ പച്ചമുളക് മാറുന്ന സമയത്ത് നമുക്ക് എരിവിൻ്റെ കണക്കൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. അതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവം. ഇപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും ഇടുന്ന പോലെ ആയിരിക്കില്ല ആ ഉണ്ട പച്ചമുളക്. ഭയങ്കര എരിവാണ്, ഒരിക്കലിട്ടിട്ടാകുമ്പോൾ ഭയങ്കര എരിവുണ്ട് അതിന് സാരമായിട്ടുള്ള. പിന്നെ കറിവേപ്പിലാണ് കേട്ടോ ഇടുന്നത്. ഒരു 3 അല്ലി കറിവേപ്പില എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്ത് പറയുന്നത് പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഹാഫ് ഓനിയനും. ഇനിയിപ്പോൾ ഇത് സ്ലൈസായിട്ട് ഓനിയൻ മുറിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ വെളുത്തുള്ളി ചതച്ച് കൊടുക്കണം. പിന്നെ പച്ചമുളക് നടുക്കുന്ന കീറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. തക്കാളി വേണ്ട കേട്ടോ, അത് തക്കാളിയൊന്നും ഇടലില്ല. അങ്ങനെ നമ്മൾ ഇതൊക്കെ മുറിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ അരിഞ്ഞ് വെച്ച ബീട്രൂട്ടിലേക്ക് നമ്മൾ ഇത് മുറിച്ച് വെച്ച സാധനം കൂടി ഇടുക. പിന്നെ നമ്മൾ നെക്സ്റ്റ്
നമ്മളെ തേങ്ങ ചിരവിട്ടിട്ട് കൊടുക്കുക. ഇത് ഹാഫ് വേണം ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് പിന്നെ തേങ്ങ ചില ആൾക്ക് വറവിലിടാറേ ഇല്ല, അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ നമ്മൾ എളുപ്പം കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു കാൽഭാഗം ഇട്ടിട്ടുണ്ട്, ഹാഫിൻ്റെ കാൽഭാഗം അങ്ങനെയൊക്കെയാണ് ഗൈസ്. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, കൈ വെച്ചിട്ട് തന്നെ കുഴച്ച് കൊടുക്കുക കേട്ടോ. അതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾ പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി, കുറച്ചൊരു 1/4 ടീസ്പൂണിലുള്ള കുറച്ചും മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, കൈ കൊണ്ട് നല്ലപോലെ പിഴിഞ്ഞ് കുഴച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇറങ്ങി വരുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എന്തായിട്ടും വെള്ളം കൂട്ടണം കേട്ടോ, തീമ വെക്കുമ്പോൾ, അല്ലാണ്ട് വേവില്ല, അതാണ് സംഭവം. ഇനിയിപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, നമുക്ക് ആ പാനിൽ ഇനി കടുകൊക്കെ പൊട്ടിച്ചെടുക്കാണ്ട് നമുക്ക് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുക്കണം. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കടുകിട പൊട്ടിയിട്ട് വരുമ്പം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് നല്ലോണം കുഴച്ച് വെച്ചാൽ നമ്മളെ ബീട്രൂട്ട് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ട അങ്ങനെയാണ്. എന്നിട്ട് കുറച്ച് അതിലേക്ക് തന്നെ കുറച്ച് നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്ന അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അടച്ച് വെക്കാം. അതിന് നമ്മൾ ഈ ഗ്യാസിലേക്ക് നമ്മൾ കറി വെച്ചിട്ടുണ്ട് കേട്ടോ, കറി ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ഒരു വിസിലായിട്ട് 2 വിസിലടിച്ചെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നതാണ്, ബാക്കിലോട്ടുള്ള സാധനങ്ങളൊക്കെ തുടച്ചെടുക്കുന്നതാണ് ഗൈസ്. അങ്ങനെ കുറച്ച് പണികളൊക്കെയാണ്. പിന്നെന്താണ് ഗൈസ്, പിന്നെ നമ്മൾ വ്ളോഗൊക്കെ ഇടയ്ക്കിടയ്ക്ക് കട്ടാകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇടാനൊന്നും പറ്റുന്നില്ല. എല്ലാവരും എന്താ പറയുന്നത്, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കാം. വ്ളോഗ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇടാനൊക്കെ ഞാൻ നോക്കാം. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. പിന്നെ കറിൻ്റെ വിസിലൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ കറി തുറക്കാണ്. അപ്പോൾ ഇങ്ങനെയാണെന്ന് പരിവുണ്ടായാലും ഇനിയിപ്പോൾ ഗ്യാസ് ഓണാക്കി നമ്മൾ അതിന് മുകളിലുണ്ടായിരുന്ന തക്കാളി അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചട്ടി ആച്ചണം, അതായത് താളിച്ച് വയ്ക്കണം. നിങ്ങളെല്ലാവരും എന്താണ് പറയുക കമൻറ്റ് ചെയ്യുക. കടുകച്ചില്ലേ, അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ലോണം കറി തിളച്ച് വരുന്ന സമയത്ത് തിളപ്പിക്കണം കേട്ടോ കുറച്ച്. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ അത് അടച്ചേക്കുക. ഇനിയിലേക്ക് ചട്ടി ആച്ചണം, അതാണ് നെക്സ്റ്റ് പണി. അതിന് വേണ്ടിയിട്ട് ചട്ടി തപ്പാണ് കേട്ടോ ഇപ്പോൾ, അതായത് പാത്രം നമ്മൾ ചട്ടി ആച്ചുന്നത്. അങ്ങനെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് ചൂടായി വരുമ്പോൾ അതിലേക്ക് എന്ത് ഗൈസ് ഓയിൽ വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുത്ത് ഇനി അതിലേക്ക് ആവശ്യത്തിന് കടുക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ പുറത്ത് ബീട്രൂട്ട് ഇളക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, കാരണം കത്തിപ്പോണ്ട. പിന്നെ നല്ല കറക്റ്റ് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കും വേണം കേട്ടോ. അങ്ങനെ ഇതിലേക്ക് കടുക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നെക്സ്റ്റ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കുനിച്ച് വെച്ച ഹാഫ് വെളുത്തുള്ളിയില്ല, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പൊരിഞ്ഞ് വരണം കേട്ടോ. പൊരിഞ്ഞ് വരണം മീൻസ് ഒന്ന് ക്രിസ്പിയായി വരണം, ജസ്റ്റ് ഒന്ന് വയന്ന് വരണം, കടുകിലോട് മിക്സായിട്ട് വരണം. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് വയന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നെക്സ്റ്റ് ആഡ് ആക്കി കൊടുത്തത് ഒരു ഹാഫ് അല്ല 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി മിക്സ് ആക്കിയിട്ട് നല്ലോണം കറിവേപ്പിലയുടെ കൂട്ടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം വയന്ന് വന്നിട്ടാകുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച കറിയിലോട്ടേക്ക് ഇതങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഫുള്ളും ഇതാക്കിയിട്ട് വരണമല്ലോ, അതിലേക്ക് കറി പിന്നെ ആഡാക്കി കൊടുക്കുക. പക്ഷേ ഇതിലൊക്കെ തന്നെ ഒന്ന് കറി ആയിട്ട് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മളെ സ്വാദിഷ്ടമായ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പരിപ്പ് വെന്ത് ഉടയാറുണ്ട്, കാരണം വിസിലധികം സമയത്താണ് ഈ പരിപ്പ് ഉടയുന്നത്. അങ്ങനെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വറവ് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കുറച്ച് വേവാൻ ടൈം എടുക്കും കേട്ടോ, കാരണം ബീട്രൂട്ടല്ലേ, നല്ല വെന്ത് വന്നാൽ ടേസ്റ്റൊക്കെ ഉണ്ടാവും നല്ല കറക്റ്റ്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കുനുകുനാന്ന് അരിയണം, അല്ലെങ്കിൽ പാങ്ങണ്ടായില്ല ബീട്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഫിഷ് കട്ടാക്കണം. അതായത് ഇന്ന് അയല ഉണ്ടായിട്ടാ, അയല പൊരിക്കാമെന്നാണ് വിചാരിക്കുന്നത്, അതായത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയലൻ്റെ ക്ലീനിങ് പരിപാടിക്കാണ് കാണുന്നത്. അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് എന്താ പറയുന്നത്
വാല് മുറിച്ച് തലമുറിച്ച് ഇതൊക്കെ അറിയുന്നില്ലല്ലോ ഗൈസ്. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ കുറച്ച് മത്തിയിട്ടാണ് മുറിക്കുന്നത്, ആവശ്യത്തിനുള്ള മത്തിയാണ് മുറിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഫിഷൊക്കെ ക്ലീൻ ചെയ്യാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ അയച്ച വന്നിട്ടുണ്ടായിന്. അപ്പോൾക്ക് ചോറൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബേയം ആക്കാമെന്ന് വെച്ചിട്ട് നെയ്ച്ചോറ് വറ്റിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഓയിലില്ലാതെ വെക്കല്ല, അങ്ങനെ വന്നിട്ടാ. പിന്നെ സൈഡിലായിട്ട് ഫിഷും കൂടി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നല്ലവണ്ണം വാഷാക്കിയിട്ട് അതിലേക്ക് അത് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ മത്തിയാണ്, അതുകൊണ്ട് എൻ്റെ അതിലേക്കൊരു ഹാഫ് മല്ലിപ്പൊടിയും അല്ല 1 ടീസ്പൂൺ തന്നെയാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുമാണ് ശരിക്കും ഒഴിച്ചിട്ടുണ്ട്. കാരണം മത്തിക്കൊരു സ്മെല്ലുണ്ടാവുമല്ലോ, അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, നല്ല ടേസ്റ്റിയിൽ വരാൻ വേണ്ടിയിട്ടാണ്. നല്ലതല്ലെന്നറിയാം. അല്ല, ഹാഫ് ലെമണും പിന്നെ കൊടുത്താലും മതിയിട്ട്, അല്ലെങ്കിൽ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ മസാല എല്ലാം ആ തലേൻ്റെ ഉള്ളിലൊക്കെ പിടിപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ബീട്രൂട്ട് വറവൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഫ്രെയിമൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് അധികം തന്നെ ഒഴിക്കണം. കാരണം ഫിഷ് ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അധികം ഓയിലിന് വേണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ നെല്ലിക്ക ഉണ്ടായിരുന്നില്ല ഗൈസ്. നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ടായിന്, അത് കാണിക്കാമെന്ന് വെച്ച് ഉമ്മ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. 2-3 ദിവസമായും തോന്നിട്ടാ. അപ്പോൾ നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ മത്തി നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു ഭാഗം. അങ്ങനെ അത് തിരിച്ചിട്ട് കൊടുക്കാമെന്ന്. പിന്നെന്താണ് ഗൈസ്, പിന്നെ അതിൻ്റെ ഇടയിലുള്ള ചോറ് റെഡി ആയിട്ടുണ്ടായിന്, നമ്മൾ നെയ്ച്ചോറ് പറ്റിച്ചത്. അപ്പോഴത്തേക്ക് വെള്ളം ഒഴിച്ചത് കറക്റ്റായിട്ടില്ല ഗൈസ്, കുറച്ച് വേവ് കുറവുണ്ടായിരുന്നു. സോ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് വേവിച്ച് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അങ്ങനെയൊക്കെയാണ്. ഇതിങ്ങനെ ജസ്റ്റ് തട്ടിക്കൂട്ടിലായിട്ട് വെച്ചാണ് കേട്ടോ. അങ്ങനെ ഇതാ ചോറ് ഇങ്ങനെ എന്താ പറയുന്നത് ഇളക്കാന്നിട്ട് മിക്സ് ചെയ്യാൻ. പിന്നെ നമ്മൾ വരുന്നത് ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ വന്നതാണ്. അപ്പോഴത്തേക്കും ഉമ്മാവും ഇച്ചാല വേവിച്ചിട്ടായിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ അമ്മ വേവിക്കാനുണ്ടായതാണ് കേട്ടോ. ഉപ്പാവും വേവിച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ചോറ് കഴിക്കാമെന്ന് അങ്ങനെ ചോറ് എടുക്കാമെന്ന് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, ചോറിന് കുറച്ച് വേവ് കുറവുണ്ടായിന്. എന്താണെന്ന് അറിഞ്ഞൂടെ, വെള്ളം കുറഞ്ഞതാണ് കേട്ടോ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. സോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേവിക്കാം, പിന്നെ വേറെ ഒന്നും വയ്യില്ലല്ലോ. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഫിഷ് ഫ്രൈ ആണ് എടുക്കുന്നത്. നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ഉണ്ട്, നല്ല മസാലയൊക്കെ പിടിച്ചിട്ടില്ല മത്തിയാണ് കേട്ടോ. അങ്ങനെ 2 മത്തിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ അടിപൊളി സാമ്പാറാണ് കേട്ടോ. അങ്ങനെ ഞാൻ പീസ് അങ്ങനെ കൂട്ടാറില്ല, പക്ഷേ ക്യാരറ്റും
പൊട്ടറ്റോ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടും. അങ്ങനെ അടിപൊളി സാമ്പാറല്ല പരിപ്പ് കറി, പക്ഷെ അത് സാമ്പാറിന് പോലെ ഉണ്ട്. അങ്ങനെ അതും കൂടെ എടുത്ത് പിന്നെ നെക്സ്റ്റ് ആയിട്ട് വറവാന്ന് കേട്ടോ. നല്ല അടിപൊളി വറവാന്ന് ഗൈസ് ഇവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഉള്ള അടിപൊളി ചോറും ബീട്രൂട്ട് വറവും ആ മത്തി പൊരിച്ചയും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ ഇന്നത്തെ. നല്ല സൂപ്പർ ലഞ്ച് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ഇങ്ങനത്തെ ബീട്രൂട്ട് വറവൊക്കെ. നിങ്ങൾ എങ്ങനെയാണ് വെക്കാമെന്നൊക്കെ കമൻറ്റൊക്കെ ചെയ്യുക. അങ്ങനെ വെക്കാറില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ഡ്യൂ ഉണ്ടായിരുന്നു അത് അവിടെ ഉണ്ടായതാണ്, അത് കുടിച്ചിട്ട് ബാക്കി. അങ്ങനെ അടിപൊളി ലഞ്ചായിരുന്നു ഇന്നത്തെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വ്ളോഗ്. ഇത്രയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈവനിങ് ആയപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വ്ളോഗൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വ്ളോഗ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുതിയ വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ.